ഹലോ. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ചയാണ്. ഞാനിന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള, അതായത് കണ്ണൂരിലെ മമ്പ്രം ദേശത്തുള്ള ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു അമ്പലത്തിലേക്ക്, ഒരു ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. കേളാലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. മഹാവിഷ്ണു ഞാൻ പേരെടുത്ത് പറഞ്ഞെങ്കിലും ശിവനും മഹാവിഷ്ണുവും ഗണപതിയും ഒരുപോലെ ശക്തിയിൽ നിൽക്കുന്ന അമ്പലമാണ് കേളാലൂർ അമ്പലം. അമ്പലത്തിൽ ഞാൻ പോകുമ്പോൾ കുറച്ച് പൗഡർ, ഒരു പൊട്ട്, ഒരു കമ്മൽ, പിന്നെ മുടി ഒരു കുളിപ്പിന്നൽ, അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കുളിച്ച് മുഷിയാതെ അലക്കി തേച്ച ഒരു ഡ്രസ്സ് ഇട്ട് ജസ്റ്റ് ഒരു കുളിപ്പിനെല്ലാം കെട്ടി ഞാൻ അങ്ങ് പോവാണ് പതിവ് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇച്ചിരി മെനവേണ്ടേ നോത്തിട്ടാണ് ഇന്ന് ഞാൻ ഇത്രയെങ്കിലും ചെയ്തത്. എന്തോന്നറിയില്ല, അമ്പലത്തിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ദേശത്തുള്ള, നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലം എൻ്റെ സ്വന്തം പോലെ ഉള്ള അമ്പലമാണ്. എൻ്റെന്ന് പറയാൻ തോന്നുന്ന ഒരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ വിഷമത്തിലും നമ്മൾ ഓടിപ്പോകുന്ന, എല്ലാ വിഷമത്തിലും കൂടെ നിൽക്കുന്ന ദൈവങ്ങളും അമ്പലവും ഒക്കെയാണ്. അപ്പോൾ ഞാൻ അവിടെ ഏറ്റവും ഒറിജിനലായിട്ട് പോകാനാണ് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത്. ഒരു വെച്ച് കെട്ടില്ലാതെ, ലിപ്സ്റ്റിക്കോ ഐലൈനറോ ഒന്നുമില്ലാതെ ജസ്റ്റ് ഇങ്ങനെ ഒരു കുളിപ്പിൻ്റെ കെട്ടി അങ്ങനെ ദൈവത്തിനൊരു പ്യുവറായിട്ട് പോകാനാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുളിപ്പിനലൊക്കെ കെട്ടി അന്ന് കമ്മൽ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ കമ്മൽ ഞാൻ ഈ ഡ്രസ്സിന് ഒരു തരത്തിലും മാച്ച് ചെയ്യാതെ ഒരു കമ്മലാണ് എൻ്റെ കയ്യിൽ വന്നത്. പക്ഷേ ആ കമ്മലിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാനതിപ്പോൾ എടുത്തിടുന്നത് കേട്ടോ. ആ കമ്മൽ കാണാൻ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ഗുരുവായൂരിൽ നിന്ന് മേടിച്ചാണ്, കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു. അതുപോലെ ഇപ്പോൾ എടുത്തിടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ റെഡി ആയിരിക്കുകയാണ്. റോഡ് സെറ്റ് സിന്ദൂരം കൂടി ഇട്ടു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഈ ടോപ്പ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. 300 രൂപയേ ഉള്ളൂ. ആ നെക്ക് പോർഷൻ കണ്ടിട്ട് മാത്രമാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചു. വെളിച്ചെണ്ണയൊക്കെ ഇതേ കട്ടയായിട്ടിരിക്കുക, അത്ര തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ 2 തിരിയാണ് ഇടുക. 2 തിരി ഇട്ടിട്ടാണ് കത്തിക്കുക. വൈകുന്നേരം 5 തിരി ഇട്ടിട്ടും കത്തിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് ഓരോ ദിശയിലും ഓരോ തിരിയിട്ട് ഞാൻ വിളക്ക് കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെയാണ് എനിക്ക് അമ്പലത്തിനെ കുറിച്ച് പറഞ്ഞു തരുന്നതും പിന്നെ അങ്ങനെയാണ് ഞാൻ പോകുന്നതും. പിന്നെ എനിക്ക് ഓരോ പ്രാർത്ഥനകളൊക്കെ ഫലിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിശ്വാസമായി. ഇപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ സന്തത സഹചര്യമായി മാറി. വിളക്ക് കത്തിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ അട്ടിമുല്ല കണ്ടില്ലേ. അപ്പോൾ ഞാനത് പറിച്ചെടുത്തു, ദൈവത്തിന് സമർപ്പിക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഓടിപ്പോയി കൃഷ്ണനും ശിവനും അത് സമർപ്പിച്ചു കേട്ടോ. ഇത് സരിതേച്ചി. ഇത് എൻ്റെ ദൈവകാര്യങ്ങളിൽ എന്നെ ഓർമ്മപ്പെടുത്തുന്നതും ദൈവികതയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നതും ഒക്കെ. പിന്നെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രോബ്ലംസും വിഷമങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ അമ്പലത്തിലെത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ കേളാറിലെ അമ്പലം. വളരെ ശാന്തമായിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പേര് പറഞ്ഞപ്പോഴും മഹാവിഷ്ണു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഹരിഹര ഐക്യമാണ് ഇവിടെ. അതായത് നമ്മളെ ഹരി വിഷ്ണുവും അതുപോലെ തന്നെ ശിവനും ഒരേപോലെ ശക്തിയായിട്ടുള്ള അമ്പലമാണ്. അതിൻ്റെ കൂടെ ഗണപതി ഉണ്ട് കേട്ടോ. അപ്പോൾ ശിവനും വിഷ്ണു ഒരേ ദൈവതത്വത്തിൻ്റെ ഭിന്ന രൂപങ്ങളാണെന്ന വിശ്വാസമാണ് ഈ ക്ഷേത്ര പരമ്പരയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പണ്ട് ഇവിടെ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഈ ക്ഷേത്രത്തിന് പല ഭീഷണി ഉണ്ടായിരുന്നപ്പോഴും ദൈവശക്തിയാൽ അത് സംരക്ഷിക്കപ്പെട്ടു. ടിപ്പുവിൻ്റെ കോട്ടയൊക്കെ തകർക്കാൻ നോക്കിയ സമയത്ത് അത് പറ്റിയില്ല അങ്ങനെ ശത്രുക്കൾ പരാജയപ്പെട്ട് തിരിച്ചു പോയി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ശക്തിയുള്ളൊരു അമ്പലമാണ്. അപ്പോൾ ഇത് അമ്പലത്തിലെ ശംഖുപുഷ്പം ആണ് കേട്ടോ. അമ്പലത്തിൻ്റെ ചിറയാണ്. അപ്പോൾ ഇപ്പം ചിറേൻ്റെ ഒരു ഭംഗിയില്ല. മഴക്കാലമാവണം ചിറേൻ്റെ ഭംഗി കാണണമെങ്കിൽ. പിന്നെ ഈ ചിറയിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന ശേഷം ഇങ്ങനെ ഒരു മഴക്കാലത്താണ് ഞാൻ ഇവിടെ നീന്തം പഠിക്കുന്നത്. ഈ നാട്ടിലെല്ലാവരും നീന്തം പഠിക്കുന്ന ഒരു കുളമാണ്. അപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ ഫുൾ വൈകുന്നേരം രാവിലെയൊക്കെ ആൾക്കാരും കുളിയും നീന്തം പഠിക്കലും ബഹളമായിരിക്കും കേട്ടോ. വളരെ ഐശ്വര്യമുള്ള. പക്ഷേ ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ കുറച്ച് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ സെൽഫിയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്വർണ്ണപ്രശ്നം വെച്ചപ്പോൾ വിഷ്ണുവും നരസിംഹ രൂപത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുടുംബ ഐക്യത്തിന്, ദാമ്പത്യ ഐക്യത്തിന് ഒക്കെ ആരോഗ്യത്തിനൊക്കെ നല്ല പൂജകളുള്ള അമ്പലമാണ്. അപ്പോൾ അങ്ങനെ നമ്മളെന്ത് ചെയ്യും, പ്രാർത്ഥിച്ച് അമ്പലത്തിനോട് ബൈ പറഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അമ്മ ദോശയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ദോശ ചൂടാനുള്ള ദൗത്യം ഞാൻ ഏറ്റെടുത്തു കേട്ടോ. അങ്ങനെ ദോശയൊക്കെ തിന്ന് അങ്ങനെ